ഇന്ത്യയിൽ റേപ്പ് ചെയ്യാനുള്ള ലൈസൻസ് ആണ് പൊളിറ്റിക്കൽ പവർ. ജൂൺ 4, 2017 16 വയസ്സുള്ള ഒരു പെൺകുട്ടി UP BJP MLA ആയിട്ടുള്ള കുൽദീപ് സിംഗിന്റെ അടുത്ത് ഒരു ജോലി ആവശ്യപ്പെട്ടു പോയി. പക്ഷെ കുൽദീപ് സിംഗ് ജോലി നൽകുന്നതിന് പകരമായിട്ട് ഈ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിട്ട് റേപ്പ് ചെയ്യുകയായിരുന്നു. 2 മാസമായിട്ട് പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാണ്ട് വന്നപ്പോൾ ഈ പെൺകുട്ടി UPയുടെ CM ആയിട്ടുള്ള യോഗി ആദിത്യനാഥിന് ഒരു കത്ത് എഴുതുകയാണ്. കത്ത് എഴുതി ഉടനെ തന്നെ അറസ്റ്റ് നടന്നു. പക്ഷെ അറസ്റ്റ് നടന്നത് കുൽദീപ് സിംഗിന്റെ അല്ല, അറസ്റ്റ് ചെയ്തത് ഈ പെൺകുട്ടിയുടെ പിതാവിനെയാണ്. അറസ്റ്റ് ചെയ്ത് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെടുകയാണ്. അതിന്റെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പെൺകുട്ടിയുടെ കൂടെ കേസിന്റെ കാര്യങ്ങൾക്ക് നടക്കുന്ന ഈ പെൺകുട്ടിയുടെ ആന്റി ഒരു ട്രക്ക് ആക്സിഡന്റിൽ കൊല്ലപ്പെടുകയാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ലോയറും ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാറിലും ലോറി ഇടിച്ച് കൊലപ്പെടുത്താനായിട്ട് ശ്രമം നടന്നു. ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് സുപ്രീം കോടതി ഇതിൽ ഇടപെടുന്നത്. സുപ്രീം കോടതി ഈ കേസ് ഡൽഹിയിലോട്ട് മാറ്റി. ഫൈനലി ഡൽഹിയിൽ വെച്ച് കുൽദീപ് സിംഗിന് ജീവപര്യന്ത ശിക്ഷ വിധിച്ചു. പക്ഷേ റേപ്പ് ആൻഡ് മർഡർ കേസിൽ കുൽദീപ് സിംഗിന് വിധിച്ച ഈ ഒരു വിധി ഡൽഹിയിൽ തന്നെയുള്ള കുറച്ച് ജഡ്ജിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഈ കൺവിക്ഷൻ സസ്പെൻഡ് ചെയ്തിട്ട് കുൽദീപ് സിംഗിന് ബെയിലും കൊടുത്തു. ഇത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ ഡെമോക്രസി നമ്മൾ കാണുന്നത്. റേപ്പ് മർഡറും ചെയ്ത ഈ ഒരു പൊളിറ്റിക്കൽ കുറ്റവാളി പുറത്ത് സ്വതന്ത്രനായിട്ട് നടക്കുന്ന സമയത്ത് ഇതിനെതിരെ റേപ്പ് ചെയ്യപ്പെട്ട ആ ഒരു പെൺകുട്ടി പ്രൊട്ടസ്റ്റ് നടത്തിയപ്പോൾ CRPFനെയും പോലീസിനെയും ഉപയോഗിച്ച് എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ ഡെമോക്രസി. ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാനോ നിങ്ങളോ ശബ്ദം ഉയർത്തിയിട്ട് ഒരു കാര്യം ഉണ്ടാവുന്നില്ല അവിടെ. എന്നാലും നമുക്ക് പറ്റുന്നത്ര ശബ്ദം ഉയർത്താം.